ഇതിലിപ്പോൾ എനിക്ക് വേറൊരു സംശയമുണ്ട്. ഇപ്പം ഇത് പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയി. ഇവിടെ അമ്പലത്തിൽ പോയി. ഇതൊക്കെ എന്താ നമ്മൾ ഈ പരിപാടി നടക്കുമ്പോൾ അറിയേണ്ടത് എന്താണ് അവിടെ നടക്കേണ്ടതെന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പൊ അമ്പലത്തിൽ ഞാൻ കയറാൻ വേണ്ടി നോക്കി. ഏത് അമ്പലം എന്ന് പറഞ്ഞാൽ അവിടെ പുണ്യാഹമൊക്കെ. അതെ, അല്ലല്ല, നമ്മള് രണ്ടുപേരും കൂടിയല്ലേ പോയി. ഇവിടെ നല്ലൊരു അമ്പലം ഉണ്ട്, നമുക്ക് പോവാൻ. ഹിന്ദുമതത്തിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാൻ. അപ്പൊ ഓൾറെഡി ചീത്തപ്പേരാ മൊത്തത്തിൽ. അതെ, അപ്പൊ ഞാൻ അവിടെ ചെന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ചെല്ലുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരാൾ ബാക്കിൽ നിന്ന് മാസ്ക് ഒക്കെ വെച്ച് വന്നിരിക്കുകയാണ്. കണ്ടാ തിരിച്ചറിയില്ല അല്ലേ? ഞാൻ പറഞ്ഞു അതെ, ഞാൻ ഇവിടെ വന്നു, ഒന്ന് കാണാന്ന് വിചാരിച്ചു. ഭഗവാനെ ഒന്ന് കാണണം, പോണം. അപ്പോൾ സംഗതി നമുക്കിതൊക്കെ ഒരു രസമാണ്. പണ്ട് മുതൽ ഈ അമ്പലത്തിലെ ഈ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്, കുട്ടിക്കാലം മുതൽ കാണുന്നതാണല്ലോ. അപ്പോൾ ഞാനവിടെ ചെന്നു. അപ്പോൾ അവിടെ കണ്ടൊരു സാധനം, അപ്പം ഞാനൊരു വിശ്വാസിയായിരുന്ന സമയത്ത് മുസ്ലിം പള്ളിയിൽ പോകുമ്പോൾ ഉള്ളൊരു സംഗതിയും ഈ അമ്പലത്തിൽ പോകുമ്പോൾ ഉള്ള സംഗതിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുന്നു, അവിടെയുള്ള വിശ്വാസികളുടെ അവസ്ഥയൊക്കെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് അമ്പലത്തിൽ. അങ്ങോട്ട് തിരിയരുത്, ഇങ്ങോട്ട് തിരിയരുത്, ഇങ്ങനെ നോക്കുന്നു, ഫോട്ടോ എടുക്കരുത്. പിന്നെ അപ്പം ഞാൻ കയറാൻ വേണ്ടി നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞ് ജുബ്ബ വരണമെന്ന് പറഞ്ഞു. ഈ ജുബ്ബ എങ്ങനെ ഇട്ടെന്ന് എനിക്ക് അറിയുള്ളൂ. അവിടെ നിന്നിട്ട് ദൂരം വേണം, പിന്നെ ഇത് ഇടാൻ വേണം. ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പുറത്തു നിന്നോളാന്ന് പറഞ്ഞു. ഭാഗ്യം അശുദ്ധ ഇല്ല. അതെ, അപ്പം ഞാൻ പുറത്ത് നിന്നു, അകത്തേക്ക് കയറിയില്ല. ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു, അവിടെ നിന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ വേറെ 2-3 പേര് അവിടെ പുറത്ത് വന്ന് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഈ ഇരിക്കുന്ന കുറേ ആളുകൾ അവർ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗുണ്ടകളെ പോലെയാണ് അവിടെ പെരുമാറുന്നത്. അവരെല്ലാം കൺട്രോൾ ചെയ്യുന്ന പോലെ. കുറേ CCTV ക്യാമറ ഉണ്ട്, സാധനമുണ്ട്.